ചെന്നൈ വിള്ളിവാക്കത്ത് നടൻ വിജയുടെ ഒരു റോഡ് ഷോക്കായി എത്തിയവരാണ് എനിക്ക് പിറകിൽ ഈ കാണുന്ന ആളുകളെല്ലാം. സ്ത്രീകളും അതുപോലെ തന്നെ ചെറുപ്പക്കാരുമെല്ലാം ഈ ഒരു റാലിക്കായി കാത്തു നിൽക്കുന്നവരുടെ എണ്ണത്തിൽ വളരെ കൂടുതലാണ്. ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്, അവരുടെ ആവേശവും വളരെ കൂടുതലാണ്. യാരെ കാത്തിരിക്കുക? എന്താ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? இந்த எலெக்ஷனில் யாரு? தளபதி மட்டும்தான். ஏதாவது ரீசன்? நிறைய பண்ணுவாரு எங்களுக்காக. என்ன வாய்ப்பு? ஒரே ஒரு வாய்ப்பு. இப்போ ரெண்டு கட்சியுமே சரி கிடையாது. எங்களுக்கு புதுசா ஒரு வாய்ப்பு அவங்களுக்கு கொடுக்கணும். புதுசா விஜய் சார் வந்து எங்களுக்கு நல்லது செய்யணும். விஜய் தான் உங்க ஸ்டார். ஆமா, அந்த பொலிட்டிக்ஸ்லயும் விஜய் தான் வரணும். வருவாரு, வரும். நாங்க எல்லாம் வர வைப்போம். ஆமா, நீங்க அபிப்பிராயம் என்ன? விஜயை குறித்து என்ன சொல்லுங்க? நெக்ஸ்ட் சிஎம் விஜய் தான். கண்டிப்பா கன்ஃபார்மா வந்து 2026ல தளபதி தான் வந்து சிஎம் ஆ இருப்பாரு. நீங்க விஜய் என்ன சொல்றீங்க? வருங்கால முதல்வர் தமிழக வெற்றி கழகம். என்ன சொல்லுங்க? തീർച്ചയായും വലിയ ആവേശം നിറഞ്ഞ ഈ ഒരു ചെറുപ്പക്കാരും സ്ത്രീകളും അതുപോലെ തന്നെ സ്ത്രീകളും ചെറുപ്പക്കാരും എല്ലാം നിറഞ്ഞ ഈ ഒരു ആവേശം തന്നെയാണ് ശരിക്കും വിജയെ ഈ തമിഴകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഫാക്ടറാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ 15 മുതൽ 25% വരെ വോട്ടുകൾ ചെന്നൈയിലെ 16 സീറ്റുകളിൽ മാത്രം വിജയ് നേടുമെന്നുള്ളതാണ് പല അഭിപ്രായ സർവേകളും പറയുന്നത്. ചെന്നൈക്ക് പുറത്താകട്ടെ അത് 25% മുതൽ 35% വരെയാണ്. ആ അർത്ഥത്തിൽ ഒരു കറുത്ത കുതിരയായി ഈ തെരഞ്ഞെടുപ്പിൽ വിജയ് മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ചെന്നൈ വില്ലുവാക്കത്ത് നിന്നും ക്യാമറമാൻ സഞ്ജു പൊറ്റമലിനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1.